അപ്പൊ ഇയാൾ പറഞ്ഞു അടുത്ത സീൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ എന്നെ കൊണ്ട് ബെഡിൽ കിടത്തിയിട്ട് പുക്കളയിൽ എന്തോ മുന്തിരി വെച്ചിട്ട് അയാൾക്ക് കടിച്ചെടുക്കണം. ആൽബം ചിത്രീകരണത്തിനിടെ തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തി രേണുസുതി. സംവിധായകൻ വിപിൻ ലാൽ ഉന്നയിച്ച ആരോപണങ്ങൾ പച്ചക്കള്ളമാണെന്നും തന്നെ മോശക്കാരിയായി ചിത്രീകരിക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുകയാണെന്നും രേണു ഓൺലൈൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പുതിയ ആൽബത്തിൻ്റെ കഥ പറയാതെയാണ് തന്നെ ഷൂട്ടിങ്ങിന് വിളിച്ചതെന്ന് രേണു പറഞ്ഞു. മോഡേൺ വേഷമാണെന്ന് പറഞ്ഞെങ്കിലും തനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത വസ്ത്രങ്ങളാണ് നൽകിയത്. കട്ടിലിൽ കിടത്തി പൊക്കിളിൽ മുന്തിരി വെച്ച് കടിച്ചെടുക്കുന്ന സീൻ ചെയ്യണമെന്ന് സംവിധായകൻ നിർബന്ധിച്ചതായും താനത് കർശനമായി നിരസിച്ചതായും രേണു വെളിപ്പെടുത്തി. മോശപ്പെട്ട ആംഗിളുകളിൽ ദൃശ്യങ്ങൾ പകർത്താനായിരുന്നു അവരുടെ ശ്രമം. അന്ന് അവിടെ മാധ്യമപ്രവർത്തകർ ഉണ്ടായിരുന്നതുകൊണ്ടാണ് താൻ രക്ഷപ്പെട്ടതെന്നും ഇല്ലായിരുന്നെങ്കിൽ അവർ എന്നെ ഉപദ്രവിച്ചേനെ എന്നും രേണു പറഞ്ഞു. ആൽബം മുടങ്ങാൻ കാരണം രേണു ലഹരി ഉപയോഗിച്ചതാണെന്ന വിപിൻ ലാലിൻ്റെ ആരോപണം താരം തള്ളി. താൻ സിഗരറ്റ് വലിക്കുകയോ മദ്യപിക്കുകയോ ചെയ്തിട്ടില്ല, അവൻ തെളിവ് കൊണ്ടുവരട്ടെ എന്ന് രേണു വെല്ലുവിളിച്ചു. ഷഫീന ബീബിയുമായി ചേർന്ന് തന്നെ കൊടുക്കാനുള്ള കൊട്ടേഷനാണ് നടക്കുന്നത്. ഭർത്താവിൻ്റെ വീട്ടിൽ പോയി പ്രശ്നമുണ്ടാക്കിയതുപോലെ പലരെയും ഉപയോഗിച്ച് തന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും രേണുസുതി ആരോപിച്ചു. നേരത്തെ രേണുസുതി ലഹരി ഉപയോഗിച്ചതിനാലാണ് ആൽബം ഷൂട്ടിംഗ് തടസ്സപ്പെട്ടതെന്ന് വിപിൻ ലാൽ ആരോപിച്ചിരുന്നു. ഇതിനുള്ള മറുപടിയായാണ് സംവിധായകൻ വൃത്തികെട്ടവൻ ആണെന്നും അശ്ലീല ചിത്രങ്ങൾ പിടിക്കാനാണ് അയാൾ ശ്രമിച്ചതെന്നും രേണു തുറന്നടിച്ചു. സിനിമ ആൽബം രംഗങ്ങളിലെ ചൂഷണങ്ങളെക്കുറിച്ചുള്ള രേണുവിൻ്റെ വെളിപ്പെടുത്തൽ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു.